ചിദംബരം നടരാജക്ഷേത്രം എന്നും അറിയപ്പെടുന്ന തില്ലൈ നടരാജക്ഷേത്രം നൃത്തത്തിൻ്റെ പ്രഭുവായ ശിവൻ്റെ രൂപമായ നടരാജന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ്. ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ ചിദംബരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന് പുരാതന വേരുകളാണുള്ളത്. പട്ടണം തില്ലൈ എന്നറിയപ്പെട്ടിരുന്ന സമയത്ത് ഈ സ്ഥലത്ത് ഒരു ശിവക്ഷേത്രം നിലനിന്നിരുന്നു. ചിദംബരം നഗരത്തിൻ്റെ പേരിൽ അക്ഷരാർത്ഥത്തിൽ ബോധത്തിൻ്റെ ഘട്ടം എന്നാണ്. കലകളും ആത്മീയതയും സൃഷ്ടിപരമായ പ്രവർത്തനവും ദൈവികതയും തമ്മിലുള്ള ബന്ധത്തെ ക്ഷേത്രവാസ്തുവിദ്യ പ്രതീകപ്പെടുത്തുന്നു. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലെ 108 കരണങ്ങളും ക്ഷേത്ര ചുമർ കൊത്തുപണികളിൽ പ്രദർശിപ്പിക്കുന്നു. കൂടാതെ ഈ ആസനങ്ങൾ ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തമായ ഭരതനാട്യത്തിൻ്റെ അടിത്തറയായി മാറുന്നു. പഞ്ചസഭാ താളത്തിനും പഞ്ചഭൂത താളത്തിനും പൊതുവായുള്ള ഒരേയൊരു ശിവക്ഷേത്രമാണിത്. ഇപ്പോഴത്തെ ക്ഷേത്ര 10ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. അന്ന് ചിദംബരം ചോള രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. നടരാജനെ തങ്ങളുടെ കുടുംബദേവതയായി കണക്കാക്കിയ ചോളന്മാർ 10ാം നൂറ്റാണ്ടിൽ സമർപ്പിച്ചതിനു ശേഷം 2ാം സഹസ്രാബ്ദത്തിൽ ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും നന്നാക്കുകയും പുതുക്കി പണിയുകയും വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ നിലനിൽക്കുന്ന മിക്ക പദ്ധതിയും വാസ്തുവിദ്യയും ഘടനയും 12ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 13ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമാണ്. പിന്നീട് സമാനമായ ശൈലിയിൽ ചേർത്തവയും ഇതിൽ ഉൾപ്പെടുന്നു. നടരാജനായി ശിവൻ ക്ഷേത്രത്തിലെ പ്രധാന ദേവതയാണെങ്കിലും ശക്തി, വൈഷ്ണവം, ഹിന്ദുമതത്തിലെ മറ്റു പാരമ്പര്യങ്ങൾ എന്നിവയിൽ നിന്നുള്ള പ്രധാന തീമുകൾ ഇത് ആദരപൂർവ്വം അവതരിപ്പിക്കുന്നു. ഉദാഹരണത്തിന് ചിദംബര ക്ഷേത്ര സമുച്ചയത്തിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അമ്മൻ അല്ലെങ്കിൽ ദേവീക്ഷേത്രമുണ്ട്. രഥം, ഗണേശൻ, മുരുകൻ, വിഷ്ണു എന്നിവർക്കുള്ള ആരാധനാലയങ്ങൾ, ആദ്യകാല ശിവഗംഗ പുണ്യകുളങ്ങളിൽ ഒന്ന്, തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം വലിയ മണ്ഡപങ്ങൾ, മറ്റ് സ്മാരകങ്ങൾ എന്നിവയുണ്ട്. പൊന്നമ്പലം ക്ഷേത്രത്തിലെ സ്വർണ്ണഹാളിൽ ആനന്ദ താണ്ഡവം അവതരിപ്പിക്കുന്ന നടരാജനായി ശിവനെ തന്നെ അവതരിപ്പിക്കുന്നു. ശൈവ തീർത്ഥാടന പാരമ്പര്യത്തിലെ 5 മൂലക ലിംഗങ്ങളിലൊന്നായ ഈ ക്ഷേത്രം ഹിന്ദുമതത്തിലെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഏറ്റവും സൂക്ഷ്മമായി കണക്കാക്കപ്പെടുന്നു. മഹാശിവരാത്രിയിലെ വാർഷിക നാട്യാഞ്ജലി നൃത്തോത്സവം ഉൾപ്പെടെയുള്ള പ്രകടന കലകൾക്കുള്ള ഒരു സ്ഥലം കൂടിയാണിത്.